മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ ഏതു സാഹചര്യത്തിലും ചേർത്തു നിർത്തുന്നതാവണം സ്നേഹം. തിരക്കിൻ്റെ പേരിൽ വലിച്ചെറിയപ്പെടുകയും പിന്നീട് തേടിയെത്തുകയും ചെയ്യുന്നതിന് സ്നേഹമെന്ന് വിളിക്കരുത്. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോ കയ്യടി പ്രതീക്ഷിച്ചോ ആരെയും സഹായിക്കരുത്. മറിച്ച് നിങ്ങളുടെ ഒരു സഹായം നിമിത്തം ആ വ്യക്തി സന്തോഷിക്കുന്നുവെങ്കിൽ, ഒന്ന് പുഞ്ചിരിക്കുന്നുവെങ്കിൽ അതാണ് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മഹത്തായ പ്രതിഫലം. ഭക്തരെ, എന്തിൻ്റെയും ആഴം അറിയണമെങ്കിൽ അത് സ്വയം അനുഭവിക്കണം. അത് സന്തോഷമായാലും സങ്കടമായാലും. മറ്റുള്ളവർക്കു വേണ്ടി ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവരും നല്ലവരുമായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ന് ജീവിച്ചു തുടങ്ങുന്നുവോ അന്നു മുതൽ മോശപ്പെട്ടവരും കുറ്റക്കാരുമായിരിക്കും. ഭക്തരെ, സ്വപ്നങ്ങൾക്കു പുറകെ സഞ്ചരിക്കണം. പരിഹാസങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. വിയർപ്പൊഴുക്കി അധ്വാനിക്കണം. തളർത്തുന്നവരുടെ മുന്നിൽ പുഞ്ചിരിയോടെ തലയുയർത്തി നടക്കണം. ആരും കാണാതെ നിങ്ങൾ കരഞ്ഞതിനുള്ള മറുപടി എല്ലാവരും കാണെ ദൈവം നിങ്ങൾക്ക് തരും. സാഹചര്യങ്ങൾ അനുസരിച്ച് മാറ്റി നിർത്താൻ നിർബന്ധിക്കുന്ന ഒരു ബന്ധവും വളർത്തിയെടുക്കരുത്. ഭക്തരെ, ബഹുമാനമില്ലാത്തിടത്ത് പോകരുത്. ക്ഷമിക്കാത്തവരോട് വിശദീകരിക്കരുത്. ദഹിക്കാത്തത് കഴിക്കരുത്. സത്യത്തോടു പോലും ദേഷ്യപ്പെടുന്നവനെ ബോധ്യപ്പെടുത്തരുത്. എല്ലാ മനുഷ്യർക്കും രണ്ടു കഥകളുണ്ട്. ഒന്ന് അയാൾ ജീവിക്കുന്നത്, മറ്റൊന്ന് അയാൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. മറന്നു തുടങ്ങിയെന്ന് തോന്നുന്ന നാൾ മുതൽ അകന്നു തുടങ്ങാൻ പഠിക്കണം. മനസ്സ് അറിയുന്നിടത്ത് മനസ്സമാധാനം കാണും. നിങ്ങൾ ചോദിച്ചു വാങ്ങുമ്പോഴല്ല, നിങ്ങൾക്കായി എന്തും മനസ്സറിഞ്ഞ് തരുമ്പോഴാണ് അവയെല്ലാം വളരെ പ്രിയപ്പെട്ടതാകുന്നത്. അത് സ്നേഹമായാലും പരിഗണനയായാലും. ഭക്തരെ, നിങ്ങളെ ഉപദ്രവിച്ചവർക്കും പരിഹസിച്ചവർക്കും അവരുടെ കർമ്മഫലം ഉറപ്പായും ലഭിക്കുന്നതായിരിക്കും. കാരണം ദൈവം ക്ഷമിക്കുന്നു, എന്നാൽ കർമ്മ ക്ഷമിക്കുന്നില്ല. പലരും ചിരിച്ചുകൊണ്ട് ജീവിക്കുന്നത് എല്ലാം തികഞ്ഞതുകൊണ്ടല്ല, ഉള്ളു കരയുമ്പോഴും മുഖത്ത് ചിരി വരുത്താൻ പഠിച്ചതുകൊണ്ടാണ്. നിങ്ങളെക്കുറിച്ച് ചിലർ പരദൂഷണം പറയുന്നതും നിങ്ങളോട് മിണ്ടാതെ നടക്കുന്നതും പലപ്പോഴും നിങ്ങൾ തെറ്റ് ചെയ്തതുകൊണ്ടല്ല, നിങ്ങൾ സുഖമായി ജീവിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.